ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി മീഡിയം സൈസ് സവാള 2 എണ്ണം, ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ 3/4 മതി, ക്യാരറ്റ് ഒരു കഷ്ണം, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വലിയ ക്യാരറ്റ് ആണെങ്കിൽ ചെറിയ കഷ്ണം, ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഫുൾ എടുക്കണേ. എന്നിട്ട് നമുക്ക് പനീർ ഒരു 30-35 പനീറിൻ്റെ ക്യൂബ്സ്, ചെറിയ ക്യൂബ്സ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. എന്നിട്ട് അതും പിന്നെ കാഷ്യൂ നട്ട് ഒരു 5 എണ്ണം വെള്ളത്തിൽ കുതിരാനിടണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാകുമ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് ഉരുകുന്നതിന് മുമ്പ് ഇതുപോലെ അരിഞ്ഞെടുക്കണം നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾസും. എന്നിട്ട് നമ്മൾ ബട്ടർ ഉരുകി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞതും, സവാള അരിഞ്ഞതും, തക്കാളി അരിഞ്ഞതും, ക്യാരറ്റ് അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തായാലും കുഴപ്പമില്ല, ചെറുതായിട്ട് അരിഞ്ഞതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പം നമുക്ക് പൊടികൾ ചേർക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു നല്ല മുളക് പൊടി 1/4 ചേർക്കുന്നുള്ളൂ. ഒരുപാട് എരിവൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂ നട്ടില്ലേ വെള്ളത്തിലിട്ട് വെച്ചത്, അത് വെള്ളം കളഞ്ഞ് അതിനകത്തുനിന്ന് കാഷ്യൂ നട്ട് മാത്രം എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് നന്നായിട്ട് ഇച്ചിരി ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് മാറുന്നത് വരെ അത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. നമ്മൾ ചൂട് മാറിയിട്ട് വേണം അരച്ചെടുക്കേണ്ടതാണ് ഇത്. അതുകൊണ്ടാണ് ചൂടോടെ അരച്ചെടുക്കരുത്. തണുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി വെള്ളം ഒട്ടും ചേർക്കണ്ട, വെള്ളം ഇപ്പോൾ ചേർക്കുകയേ ചെയ്യരുത്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഈ ഒരു രൂപത്തിൽ വേണം, ഈ ഒരു കളറും കിട്ടും. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് സെയിം പാനിനകത്ത് തന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട്, ബട്ടർ ഒന്ന് ഉരുകി കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ച പനീർ ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ഒന്ന് അതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റി അത് 2 സൈഡും എല്ലാ സൈഡിലും ഒന്ന് വഴറ്റി അതൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഗരം മസാല ചേർക്കാം. മസാലകൾ കറുവപ്പട്ട, ചെറിയ കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പൂ 2 എണ്ണം, പിന്നെ പെപ്പർ 3 പെപ്പർ, പിന്നെ ഒരു ഏലക്ക, ഒരു ഏലക്ക, ബേ ലീഫ്, ചെറിയൊരു ബേ ലീഫും കൂടെ ചേർത്ത് ഇതെല്ലാം ഇടുന്നത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു സ്മെല്ല് കിട്ടാനാണ്. നല്ലൊരു സ്മെല്ല് കിട്ടിയത് ബട്ടറിനകത്തോട്ട് വഴറ്റി നമ്മൾ ഇതിൻ്റെ ഈ ഒരു കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ഈ മസാല ഇതുപോലെ ഇടുന്നത്. മസാല പൊടിയും ചേർക്കുന്നുണ്ട്, മസാല ഇതുപോലെ ഇടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ക്യൂബ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റിയിട്ട് നമ്മൾ കുറച്ച് 2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി എടുത്തായിരുന്നു. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഞാൻ കൈവച്ചൊന്ന് ഞെവിടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. കസൂരി മെത്തിയാണ് നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ കസൂരി മെത്തി മസ്റ്റാണ്. നല്ലൊരു മസ്റ്റെന്ന് വെച്ചാൽ എല്ലാത്തിനൊന്നും വേണ്ട, ചിലതിനൊക്കെ നല്ല ഒരു മണം കിട്ടാൻ നല്ലതാണ്. എന്നിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടെ ഈ സമയത്ത് ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പും ആ ബട്ടറും പനീറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ചൂടുവെള്ളം ആ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം കൂടെ ഈ ഒരു നമ്മൾ ഒന്നും വഴറ്റി വെച്ചില്ല അതിനകത്തോട്ട് ചേർക്കണം. പാനിനകത്തോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ടാൽ മതി. ആവശ്യം വരത്തില്ല, 1/2 ടീസ്പൂൺ തന്നെ ധാരാളം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ കൊടുക്കണം. ഈ സമയത്ത്
നമ്മൾ ബാക്കി എടുത്ത് വെച്ച കസൂരി മെത്തിയില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന്. കസൂരി മെത്തി എപ്പോഴും കറിക്കകത്തോട്ടൊക്കെ ആഡ് ചെയ്യുമ്പം കൈവച്ചൊന്ന് ഞെവടി കൊടുത്തിട്ട് വേണം ഇടാൻ, എന്നാലേ അതിനൊരു സ്മെല്ല് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ആ ഒരു ആവിയിൽ വേണം ഇതൊന്ന് ഇതായി കിട്ടാൻ. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കണം. നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.